ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാട്ടായിക്കോണം UP സ്കൂൾ മോഡൽ സ്കൂളിൻ്റെ താഴെയായിട്ട് ഒരു 300 മീറ്റർ മാറി താഴെ വരുമ്പോഴത്തേക്ക്, അതായത് മെഡിക്കൽ കോളേജ്, ചെമ്പഴന്തി, ശ്രീകാര്യമൊക്കെ പോണ റൂട്ടാണ് ആ മേളിൽ കൂടെ കാണുന്നത്. നമ്മളിവിടെ വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മടവൂർ പാറ, ബാംബു ബ്രിഡ്ജും പാർക്കും ഒക്കെ. പക്ഷെ നമ്മൾ അന്ന് ക്ഷേത്രത്തിൽ പോയില്ലായിരുന്നു, അന്ന് ആനീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഇന്നത്തെ ആനീനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗുഹാക്ഷേത്രത്തിലോട്ട് പോവാം. ആ റോഡിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100-150 മീറ്ററോളം താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അമ്പലത്തിൻ്റെ മുമ്പിലെത്താൻ പറ്റും. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്, പ്രത്യേകിച്ച് പാർക്കിംഗ് സ്പോട്ടൊന്നുമില്ല, റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പടിക്കെട്ടിലൂടെയാണ് നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പടിക്കെട്ട് കയറി വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചതുരാകൃതിയിലുള്ള ഗുഹയാണ് ഇവിടുത്തെ പ്രത്യേകത. 2010 സർക്കാർ പൈതൃക പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് തന്നെ മടവൂർ പാർക്കിൽ മുളപ്പാലവും സഞ്ചാരികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുടിലുകളൊക്കെ നിർമ്മിച്ച് അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കും നിർമ്മിച്ചു. 33 പടികൾ നടന്നു കയറി വേണം ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ശിവക്ഷേത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. തിരുവനന്തപുരം പോത്തങ്കോടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മടവൂർ പാറ ഗുഹാക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. തിരുവനന്തപുരത്തുകാർക്കും പുറത്തുള്ളവർക്കും എല്ലാം നല്ല രീതിക്ക് അറിയാനും അതുപോലെ വന്ന് തൊഴാനും ഒക്കെ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോഗ്രാഫിയൊക്കെ ഒരു പരിധി വരെ അലോഡ് ആയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ഇതിൽ ലാസ്റ്റ് കയറി ചെല്ലുന്ന ഒരു എൻഡുണ്ട്, ഒരു വളവ്, ആ കാണുന്ന വളവിൻ്റെ അതുവരെ മാത്രമേ വീഡിയോ ഒക്കെ അലോഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. മറ്റുള്ളവർക്കും കൂടെ വന്ന് കാണാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള അനുവാദം നിങ്ങളായിട്ട് തുലയ്ക്കരുത്. പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ അപ്പൂപ്പനും അമ്മയൊക്കെ ഇറങ്ങി പറഞ്ഞതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഗുഹാക്ഷേത്രം നോക്കി നിൽക്കുകയായിരുന്നു. ഇതാണ് ആ ഗുഹാക്ഷേത്രം. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചതുരാകൃതിയിലാണ്. അതിനകത്ത് ഒരാൾ നിൽപ്പുണ്ട്, അത് പൂജാരിയാണ് അവിടുത്തെ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്പോട്ട് വരെ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ ഒരു മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറയൊന്നും കൊണ്ട് മേളിലേക്ക് പോകരുതെന്ന്. ഇവിടുത്തെ ആരാധനാ ടൈം ഈ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. മറ്റേ ഇതിൽ നമ്മൾ മടവൂർ പാറ പാർക്കാണ് കാണിച്ചത്. പക്ഷേ പാർക്കിൻ്റെ അതിലല്ല കറക്റ്റായിട്ട് പോകേണ്ടത്. അതിൽ പോകാൻ പറ്റും, കാരണം പാറയൊക്കെ ഇറങ്ങി വേണം താഴെ പോകാൻ. ഞങ്ങൾ അതിലല്ല പോയത്, കാരണം നടന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മറക്കാതെ പോയി ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി സ്പോട്ടാണ്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.